അമ്മ ഹായ് ഗുഡ് മോർണിംഗ്. ഈ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തലയാട്ടിലാണല്ലോ, അതെന്തിനാ? അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അമ്പുമ്മയുടെ എന്താ പരിപാടി? ഇന്നൊരു വെജിറ്റബിളും മുട്ടയും കൂടിയിട്ടുള്ള ഒരു കറിയാണ്. എന്താ പറഞ്ഞാ, മുട്ട വെജിറ്റബിൾ വേണ്ടാത്തവരത് കഴിക്കണ്ട, മുട്ട വെച്ചാൽ മതി. ഈ നൈറ്റ് ആയിട്ട് തൃശ്ശൂർ ടൗണിലേക്ക് ഗ്രൗണ്ടിലേക്ക് ഒന്നും പോകരുത് കേട്ടമ്മ. അടുത്ത കൊല്ലത്തെ പുലിക്കളിക്ക് വേണ്ടി ആൾക്കാരെ തെരഞ്ഞുകൊണ്ടുണ്ട്. ചിലപ്പോ അമ്മേനെ ബുക്ക് ചെയ്യുന്നു. നീ എന്തിനാ പിന്നെ കൊണ്ടുവന്ന്? അപ്പൊ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അടുത്ത കൊല്ലം പുലിക്കളിക്ക് കൊണ്ടുവന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പൊ നല്ല റേറ്റ് ചെയ്യണം, എനിക്ക് ഓർമ്മയില്ല. അല്ല, ഒരു പുലിക്കളിക്കൊക്കെ പറ്റും അമ്മട്ടോ, അതൊക്കെ വേറെ കാര്യമില്ല. പുലി എന്ന് പറഞ്ഞൊരു പ്രൗഢിയല്ലേ അല്ലേ? ഇന്നാളെ അച്ഛൻ പറഞ്ഞില്ലേ അവിടെ നാട്ടിലെന്തൊരു ചെറിയൊരു ഉത്സവമുണ്ട്, അപ്പോൾ ആന പിടിച്ചിട്ട് വന്നില്ലാന്നോ, അതുകൊണ്ടൊരു ബിരിയാണിയായിട്ട് അമ്മയ്ക്ക് പോകാൻ പറ്റുമെന്നൊക്കെ അച്ഛൻ ചോദിച്ചില്ലേ? അതുപോലെ ഞാൻ ചോദിക്കില്ല കേട്ടോ, അച്ഛൻ എന്താ പറ്റാണ്ടിരുന്ന്? അത് ആൾക്കാർ പറയണ്ട അമ്മ ഫുഡ് കൊടുക്കുന്ന കുറച്ചിട്ടായിരിക്കുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞ അച്ഛനാണ് ഹെൽത്തി, അതാണ് അതിന്റെ സത്യം. അപ്പൊ മുട്ടയും കൊണ്ട് എന്താ ഉണ്ടാക്കാൻ പോയിട്ട് അമ്മ ഇവിടെ ഇന്റർവ്യൂ നിൽക്കുമ്പോൾ ഉണ്ട്. അതിനിപ്പോ ഞാന് ഇത്ര വെജിറ്റബിൾസ് ഉള്ളൂ. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോളിഫ്ലവറോ പിന്നെന്താണ്. അമ്മ അതിന് വെജിറ്റബിൾ കച്ചവടത്തിന് വന്നാലല്ലോ. ഇതിലിപ്പോ ഞാൻ ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കണം. ഈ വഴുതനങ്ങ ചെറുതല്ലേ, അതിങ്ങനെ എന്താ കണ്ടില്ലേ, ഇങ്ങനെ ഒരു 4 ഇതായിട്ട് ഇങ്ങനെ ഇത് നടന്നു പോവാണ്ട് ഇതുപോലെ നടന്നു പോയാൽ എന്താ കുഴപ്പം? അത് അങ്ങനെ കിടക്കുന്നതാണ്. ഈ കഴിക്കുമ്പോ എങ്ങനെയാ അത്? അങ്ങനെ വയൽ അല്ല, കഴിക്കുമ്പോ അങ്ങനെ വയലിട്ട് കഴിക്കണം. പുഴുങ്ങി ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തിനാ അത് വരഞ്ഞു വെച്ചു? പിന്നെ തക്കാളി ഒന്നും പറയില്ലേ, എന്തിനാ വരഞ്ഞു വെച്ച്? അതും അതിൻ്റെ ഉള്ളില് ഉപ്പുമുളകൊക്കെ നന്നായി പിടിക്കാം. ഇത് പച്ചമുളക്, തക്കാളി, ചെറിയ ഉള്ളി, പിന്നെ ഒരു 2 സ്പൂണ്, വലിയ സ്പൂണിൽ 2 സ്പൂൺ, 2 സ്പൂൺ എന്ന് പറയുന്നില്ല, ഒരു മുറി ചെറിയ നാളികേരമായിരുന്നു, അതിൽ ഒരു മുറി നാളികേരത്തിൻ്റെ പകുതി, അതും മല്ലി, മുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നെ പട്ടയും ഗ്രാമ്പു ഏലക്കയും കുറച്ച് ഓരോന്ന്, പെരിഞ്ചീരകം, പിന്നെ 2 മണി കുരുമുളക്, ഇതെല്ലാം കൂടി ഇട്ട് വറുത്തതാണ്. എണ്ണയൊക്കെ ഒഴിച്ച് ഞങ്ങളെ വിശ്വസിക്കാലോ അല്ലേ? വറുത്തരച്ചാന്ന് പറയില്ലേ? അല്ല, വിശ്വസിക്കാലോ. ഇതുണ്ടോ അതിന് നിറം കണ്ടാലും അറിയില്ലേ? വറുത്തരച്ച മല്ലി, മുളക്, നാളികേരം, ചെറിയ ഉള്ളി, പട്ട, ഗ്രാമ്പു, ഏലക്ക, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, പെരിഞ്ചീരകം. നമസ്കാരം. പെരിഞ്ചീരകം. നമസ്കാരം. നമസ്കാരം. സലാം അലൈക്കും. വലൈക്കും സലാം. പ്രൈസ് ദി ലോർഡ്. അമ്മയല്ലമ്മ പറഞ്ഞ് എന്നും റെസ്പെക്ട്ഫുൾ ആയിട്ട് വേണം സംസാരിക്കാന്ന്. ഇതിനേക്കാൾ റെസ്പെക്ട്ഫുൾ ആയിട്ട് വേറെ എന്താ ഉള്ളത്? അപ്പൊ ആർക്കെങ്കിലും വിഷമാവരുത് ഞാൻ 3 കൂടി പറഞ്ഞു. ഇരുന്നോട്ടെ, 3 ഒന്ന് തന്നെയല്ലേ, അന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇനിയിപ്പോ റെസ്പെക്ട് കുറഞ്ഞു നമ്മ പറയില്ലല്ലോ. ഇല്ല. അപ്പോൾ ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് അമ്മ മാത്രം പറയുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മളൊക്കെ എന്താ ശുദ്ധമില്ലാത്ത വെളിച്ചെണ്ണ മേടിച്ചിട്ട് വരുമ്പോൾ അമ്മ മാത്രം ഒരു കുപ്പിയിൽ നിന്ന് എടുത്തൊരു ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അതിനെന്തിനാ തല്ലാൻ വരുന്നത്? കണ്ടില്ലേ, ഞാൻ ഇത്ര റെസ്പെക്ട് തന്നില്ലേ നമുക്ക്, ഇനി എന്തിനാ തല്ലാൻ വരുന്നത്? അമ്മ ശാന്ത സ്വഭാവം പഠിക്കമ്മ, അതാണ് ഏറ്റവും നല്ലത്. അമ്മ എന്നെ കണ്ടുപിടിക്കൂ, എത്ര ശാന്തനാണ് ഞാൻ, നോക്കൂ. ശാന്തയുടെ സ്വഭാവം പഠിക്കണ്ട. ശാന്തി. ഓം ശാന്തി. ഏത് ശാന്തിയോ? എൻ്റെ അമ്മ ശാന്തമായ പ്ലസന്റ് മൈൻഡ്, ഭയങ്കര തമാശ. എൻ്റെ ഭഗവാനെ, അപ്പൊ തമാശക്ക് അറിയാല്ലേ? കുട്ടി എവിടെ? അയ്യോ, തെറിപ്പിക്കുകയാണ്, വേണമെന്നൊരു തെറിപ്പിക്കുകയാണ്. എൻ്റെ കയ്യിൽ കൊണ്ടമ്മ. അമ്മ അതാ റെസ്പെക്ട് തന്നതിനാണോ അമ്മ അതൊക്കെ ചെയ്യുന്നത്? റെസ്പെക്ട് കൂടുതലായത് കൊണ്ടാണോ? അല്ല, ആവശ്യത്തിന് കൂടുതലാവരുതല്ലേ? എന്താ പറഞ്ഞു? എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ പോലെ 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ എന്താണ് അമ്മ? നല്ലതല്ലമ്മ. ഇതാണ് അമ്മയ്ക്ക് ഒരു ഭയം. അല്ല, ഈ വഴുതനങ്ങ ഇങ്ങനെ ഇഷ്ടമല്ല അമ്മ.
ഇത് കഴിക്കുമ്പോൾ വഴുതനങ്ങ ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കുന്നത് അങ്ങനെ തന്നെ മെഴുകണം. അത് വേവില്ലേ? ആ ഇതെന്താ നമുക്കതിങ്ങനെ കഴിക്കാം. ഇതെന്താ എണ്ണ ഇങ്ങനെയൊക്കെ ചാടി കളിക്കുന്നു? വഴുതനയുടെ വെള്ളം കഴിഞ്ഞിട്ട് ഇടാറുന്നില്ല അമ്മ. ഇത് നമ്മുടെ കയ്യിലൊന്നും കൊള്ളില്ല. അപ്പൊ ഇതെന്താ അറിയോ, നമുക്കിപ്പോ നിനക്കിതൊന്നും വേണ്ട, ഉരുളങ്ങനെ ചിലപ്പോൾ കൂട്ടും. അപ്പൊ അച്ഛൻ വേവ് കൂട്ടില്ല മൊത്തം. അപ്പൊ നമുക്ക് എനിക്ക് കഴിക്കാമല്ലോ, എനിക്ക് മൊത്തം വേണ്ട. അപ്പൊ ഇതിലിപ്പോ ഈ പച്ചക്കറി എനിക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഞാൻ പച്ചക്കറി സെപ്പറേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണ്ടേ, അതെനിക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ, ഒരാൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇതെങ്കിലും കുറച്ച് പച്ചക്കറി, ഇതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും ഇടാട്ടോ. എന്താണ് കുമ്പളങ്ങി ഇടും ചിലത്, പിന്നെ ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, ബീൻസ്, എങ്ങനെ ഞങ്ങൾ ഇട്ടോളാം കേട്ടോ. അതൊന്നും അമ്മ പറഞ്ഞു തരണ്ട. ഇപ്പം അമ്മ എന്താണ് ഉണ്ടാക്കണത് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ എന്തൊക്കെ പച്ചക്കറി ഇടാന്നൊക്കെ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചോളാം കേട്ടോ. അല്ല ഇട്ടോളാന്ന് അത് പറയണ്ട, ഞങ്ങൾ ഇട്ടോളാം. അല്ലമ്മ ആനയ്ക്ക് പനമ്പട്ട കിട്ടിയാൽ പോരെ? പശുവിന് കൊടുക്കുന്ന പുതിയ എന്തിനാ നോട്ടം വയ്ക്കുന്നത്? പറയുമ്പോൾ അമ്മയ്ക്കുള്ള പച്ചക്കറി അമ്മ കാണിച്ചല്ലോ. ഇനി ഞങ്ങൾ ക്യാബേജോ പിന്നെ എന്തൊക്കെയോ പറഞ്ഞില്ലേ, അതൊക്കെ ഞങ്ങൾ വേണമെങ്കിൽ ഇട്ടോളും കേട്ടോ. നിങ്ങളോടൊക്കെ ഞാൻ നിങ്ങൾ ഓരോന്ന് പറയുന്നതുകൊണ്ട് എൻ്റെ വാക്കിന് നിങ്ങൾക്ക് വിലയില്ല. ഒന്നും പറയാണ്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്തോ നേരായെന്നുള്ള എനിക്ക് തോന്നുന്നു. അതെങ്ങനെയാ അങ്ങനെ തോന്നുന്നമ്മ? നിക്ക് ഞാനൊന്ന് പറയട്ടെ. ഇപ്പൊ എന്ത് പറച്ചില് കുറവായിട്ടാണാവോ അങ്ങനെ പറയണത്? അല്ല ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ചിലരൊക്കെ അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് അതറിയത്തില്ല. തക്കാളി അമ്മ തക്കാളി ഇല്ല, പച്ചമുളക് ഇടാന്ന് പറഞ്ഞാൽ പോലെ ഈ തക്കാളി ഈ പച്ചമുളക് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇതന്നെയല്ലേ ഇടാൻ പറ്റില്ല, വേറെ പൊട്ടിച്ചിൽ വന്ന് ഇടാനൊന്നും ഇവിടെ കണ്ടൊന്നുമില്ലല്ലോ. എന്താ കാര്യം? അങ്ങനെ അതിങ്ങനെ പൊട്ടിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ കളയേണ്ടി വരുന്നില്ല. അതിപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ അതിന് മറുപടി പറഞ്ഞു കേട്ടോ. എന്താ അമ്മ പറഞ്ഞപ്പോൾ? എന്തൊക്കെ പറഞ്ഞല്ലോ. ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും ഇഷ്ടമാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. എന്തെങ്കിലും എടുക്കാനുണ്ടോ? അപ്പം എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ചില സന്ദർഭങ്ങളിൽ ചില സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും അമ്മ എന്ത് ചെയ്യും, ചിലർ അമ്മേനോട് ചില കാര്യങ്ങൾ പറയും. അപ്പം അമ്മ അതിന് അഭിപ്രായം പറയാൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ പറയും അമ്മയ്ക്കൊന്നും അറിയത്തില്ല എന്ന്. അത് സ്വാഭാവികമായിട്ട് അമ്മ കേൾക്കുമ്പോൾ അമ്മ സൈലൻ്റായിട്ടിരിക്കും. ആ കാര്യം വ്യക്തമായിട്ട് അമ്മയ്ക്ക് അറിയുണ്ടാവും. എന്നിട്ടും അമ്മയ്ക്കൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ അമ്മ ഉണ്ടാവും. എന്താ കാര്യം? വറുത്തതായത് കാരണം ഇതിന് എണ്ണയിൽ വാട്ടേണ്ട ആവശ്യമില്ല. ആൾറെഡി നമ്മൾ എണ്ണയിൽ തന്നെ അത് വറുത്തത്, അതുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിലർ പറയുമ്പോൾ അമ്മ സൈലൻ്റായിട്ടിരിക്കുന്നത്? ഞാൻ പറയട്ടെ, ഞാൻ തന്നെ പറയട്ടെ. എന്ന് വെച്ചാൽ എന്തിനാണൊരു തർക്കം? അവർക്ക് എല്ലാം അറിയാമെന്നുള്ള ബോധത്തോടു കൂടി അവർ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമ്മളെക്കാളിലും വിവരമുണ്ട്, എതിരിലിരിക്കുന്ന വ്യക്തിക്ക് വിവരമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വിവരം പറഞ്ഞു തരുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ എടുത്തു ചാടി സംസാരിക്കരുത്. ഒരു വിദ്വാൻ ലക്ഷണം പറഞ്ഞാൽ എന്താ അറിയോ? ഏറ്റവും ബുദ്ധിമാന്റെ ലക്ഷണം എന്താ അറിയോ? ഒരു അറിവ് കുറഞ്ഞ വ്യക്തിയാണ്. അല്ല കേൾക്കൂ, അതെന്തിനാ പറഞ്ഞെന്നറിയോ അമ്മയ്ക്ക്? ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം നമ്മളത് കേൾക്കണം. കേട്ടിട്ട് അതിന് ഉത്തരം നൽകാൻ പോണ സമയത്ത് ഈ ഉത്തരം പറഞ്ഞ് അവർ സ്വീകരിക്കുമെന്നും കൂടി മുൻകൂട്ടി നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവണം. അല്ലാത്ത വ്യക്തികളോട് ഉത്തരം പറയാൻ പോയാൽ, ഇപ്പം ജ്ഞാനികളും പണ്ഡിതന്മാരും എങ്ങനെ അറിയോ, നമ്മളൊരു ഉത്തരം പറയുമ്പോൾ അവർ ശ്രദ്ധിച്ച് കേൾക്കും. എന്താ കാരണം എന്നറിയാം അമ്മയ്ക്ക്? അവർക്കൊരു സത്യം അറിയാം. കാരണം എന്താ പറയുക, ഈ ലോകത്ത് എന്തെങ്കിലും പഠിക്കാനില്ലാത്ത ഒരു വ്യക്തി ഉണ്ടാവില്ല എന്നുള്ള ധാരണ അവർക്ക് ഉള്ളത് കൊണ്ടാണ് അവരെ പണ്ഡിതന്മാരെന്ന് വിളിക്കുക. അതേ അല്പം സ്വല്പം അറിയുന്ന വ്യക്തികൾ എന്താവും, അവിടെ എത്ര കണ്ടു ഇവിടെ എത്ര കണ്ടു എന്നാൽ പൂർണ്ണ ജ്ഞാനം ഒന്നും മനസ്സിലായിട്ടില്ല. അവരെന്ത് ചെയ്യും? നമ്മൾ സംസാരിക്കാനെന്ന് സമ്മതിക്കില്ല. അവരെന്ത് ചെയ്യും? നിങ്ങളൊരു അഭിപ്രായം പറയണക്കാരുടെ മുമ്പ് അതങ്ങനെയല്ല, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, ഈ 4 ചുമരും ഈ ഒരു കുടുംബം അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്കൊരു ലോകം നിങ്ങൾക്കില്ല എന്നുള്ള ധാരണയുള്ള ആൾക്കാർ
എടുത്ത് ചാടിയിരുന്ന പൂർണ്ണമായ അറിവ് അവർക്കും ഉണ്ടാവില്ല. അതെ. അറിവെന്ന് പറയണത്, ഈ വിവരം എന്നൊക്കെ പറയണത് നമുക്ക് കിട്ടുന്നത് സത്യമായിട്ടും പല ഇടങ്ങളിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു യാത്രയുണ്ടല്ലോ, യാത്ര ഉടനീളം നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഓരോ 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 ഘട്ടങ്ങളിലും പൊട്ടയായാലും നല്ലതായാലും നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? എന്നിട്ട് ഏത് വേണം, ഏത് എടുക്കണം, ഏത് എടുക്കാൻ പാടില്ല തീരുമാനിക്കണം നമ്മുടെയാണ്. ഒരിക്കലും ഒരു സർവ്വതും തികഞ്ഞൊരു വ്യക്തി അവരൊരിക്കലും പറയില്ല ഇനി ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കും. കണ്ടിട്ടുണ്ടാമ്മ എന്ന് വെച്ചാൽ നമ്മുടെ സർവ്വതും തികഞ്ഞ ഒരാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ എല്ലാം തികഞ്ഞൊരു വ്യക്തി ഭൂമിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും അല്പസ്വല്പം വിവരമുള്ളൊരു വ്യക്തിയാണെങ്കിലും ഒരാളൊരു കാര്യം പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണ ചിലർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണ് കേൾക്കണറിയോ? ഓരോ വ്യക്തികളിൽ നിന്നും ഓരോന്ന് പഠിക്കാനുണ്ട്. അതന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരല്പം സ്വല്പം അറിയണ ആൾക്കാർ അവിടെ ഇവിടെ കുറേശ്ശെ അവർക്ക് ധൃതി, ഞാൻ എല്ലാം പഠിച്ചു എന്നുള്ള എല്ലാത്തിലും ഒരു ധൃതിയാണ്. അവരെന്ത് ചെയ്യും? ഞാനിതിൻ്റെ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു, എനിക്കൊന്നും അറിയാനില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കയറിയിട്ട് നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നിങ്ങൾ സംസാരിക്കേണ്ട എന്ന് പറയുന്ന വ്യക്തികൾ അരജ്ഞാനികളാണ്. മനസ്സിലായില്ലേ? മുഴുവൻ ജ്ഞാനികളായ ഒരു വ്യക്തികളും അങ്ങനെ പറയത്തില്ല. അപ്പം അമ്മ എന്താ പറയാൻ വന്നത്? ഞാൻ പറയുന്നതെന്തറിയോ, ഇപ്പോൾ ഞാനൊരു വീട്ടമ്മയുടെ കാര്യം പറയാം. ഒരു വീട്ടമ്മ, ഭാര്യ, ഭർത്താവ്, 2 മക്കളും, ഒരാളും ഒരു പെണ്ണും, അങ്ങനെയൊക്കെയാണല്ലോ ഒരു വീട്ടമ്മ ഉണ്ടാവുക. അല്ല, കുറെ മക്കളും ഉണ്ടാവും. 2 മക്കൾ തന്നെ ഉണ്ടാവുക. അമ്മേനെ പോലെ എല്ലാവരും നമ്മുടെ അമ്മ കണ്ടില്ലേ 10 മക്കളാണ്. അച്ഛൻ്റെ അമ്മ കണ്ടില്ലേ 7 മക്കളാണ്. അപ്പൊ ഈ വീട്ടമ്മ എന്തറിയോ? ഏത് വീട്ടമ്മ? ഈ കുടുംബത്തിലെ വീട്ടമ്മ. ഞാൻ പറയുന്ന ഒരു കഥയുടെ കുടുംബത്തിൽ തന്നെ പിന്നെ വീട്ടമ്മ ഉണ്ടാവുക. നീ പറയുമ്പോ ഞാൻ മിണ്ടാണ്ടിരുന്നില്ല. ശരി. എന്നെ വെറുതെ തെറ്റിക്കരുത്. അത് എന്തെങ്കിലും ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി മറന്നു പോകും. അതും നമ്മുടെ അച്ഛമ്മ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത കഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാലറാമേരെ എന്തെങ്കിലും വായിച്ച കഥയൊക്കെ ആയിരിക്കും. അത് പറയാൻ പോകുമ്പോ ഈ മകൻ സമ്മതിക്കില്ല, ദുഷ്ടൻ. പറയും. ഈ വീട്ടമ്മ എന്തറിയോ, ഭർത്താവ് കുറച്ച് നേരം വൈകി വന്നാ അപ്പൊ എന്താ നിങ്ങൾ ഇത്ര നേരം വൈകി, നിങ്ങളുടെ ഓഫീസ് ഇത്ര വേണം, വിട്ടതല്ലേ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് അപ്പം ഇറങ്ങിയതല്ലേ, എന്താ നിങ്ങൾ നേരം വൈകി ചോദിക്കും. അതുപോലെ മക്കള് വരുമ്പോൾ എല്ലാത്തിനും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവര്. പിന്നെ മക്കള് സ്കൂളിൽ പഠിക്കുമ്പോൾ മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ദേഷ്യപ്പെടും മകള്. അത് സ്വാഭാവികമായിട്ട് അപ്പൊ ഈ മകനാണെങ്കിൽ മകനെ എന്ത് കളിക്കും. അപ്പൊ ഈ ഭർത്താവിനും ഭാര്യ അയ്യോ ഒന്നും ചെയ്യാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല അപ്പൊ ഇവിടെ കൊണ്ടുവന്നുള്ളൊരു മനസ്സിലൊരു ഇതുണ്ടാവില്ലേ ആർക്ക്? ഭർത്താവിന്. ഭാര്യ ഏത് നേരം ഓരോ ചോദ്യങ്ങളായിട്ട് നല്ലതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, സ്നേഹം കൊണ്ടാണ്. സ്നേഹം പോലും അവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നും. ഇവിടെ എന്താ, എനിക്ക് അങ്ങോട്ട് തിരിയാനും പറ്റില്ല, ഇങ്ങോട്ട് തിരിയാനും പറ്റില്ല. ഏത് നേരം എന്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ ഞാൻ എവിടെ പോയി, ഞാൻ എന്ത് ചെയ്യുന്നു, അതാണ് അങ്ങനെ ഒരു തീരെ വിശ്വാസം ഇല്ലാത്ത പോലെ അങ്ങനെയൊക്കെ തോന്നും ഭർത്താവിന്. അതുപോലെ മകള് ഒരു മാർക്ക് കിട്ടുന്നില്ല, ഈ പ്രാവശ്യം മാർക്ക് കുറഞ്ഞല്ലോ, ഞാൻ അമ്മയോട് എന്താ പറയാന്നുള്ള പേടി. അത് അമ്മയുടെ സ്നേഹത്തിനേക്കാളും കൂടുതൽ പേടിയാണ്. അമ്മ വഴക്ക് പറയും അങ്ങനെ. അപ്പൊ സ്നേഹം എന്നുള്ള പദം മാറിയിട്ട് അമ്മ എന്ന് പറയുന്ന പദത്തിനോട് പേടിയായി. ഭർത്താവിനും അതുപോലെ തന്നെ. ഓ ഇവിടെ എന്താ ഇങ്ങനെ, എന്തിനാ വീട്ടിൽ പോണ്, അവിടെ പോയാൽ 100 ചോദ്യങ്ങളായി, ഇന്നിപ്പോ ഒരു 10 മിനിറ്റ് വൈകി, ഞാൻ അവിടെ എന്തൊക്കെ പറയണാവോ, അങ്ങനെ ഒരു തോന്നും. പിന്നെ മകനാണെങ്കിൽ അവനും അതേപോലെ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് അമ്മ എന്ത് ചോദ്യമാണോ ചോദിക്കുക. ഞാനും ഏത് കൂട്ടുകാരുടെ കൂടെ ഒന്നും പോകാണ്ട് അവൻ നേരെ വീട്ടിലേക്ക് വരും. എങ്ങനെയെങ്കിലും ഇപ്പൊ ട്രാഫിക്കിലൊക്കെ പോയിട്ട് വണ്ടി ഓടിച്ച് വരുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ അങ്ങനെ എനിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതാ പറയണത്. പറയട്ടെ. പക്ഷെ അവര് ഈ കുടുംബിനി പറയണത് എന്തിനാണെന്നറിയോ? കുടുംബിനിയാ കുടുംബിനി. ഈ കുടുംബിനി അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, എന്റെ മക്കളോടുള്ള സ്നേഹവും ഭർത്താവിനോടുള്ള ആദരവും സുരക്ഷിതാബോധം, അങ്ങനെ സ്നേഹം കൂടുതൽ കൊണ്ടാണ് അവരങ്ങനെ കാണിക്കുന്നതും പറയുന്നതും ആയിരിക്കും. ഒരു ഭാഷ പാചകം വയ്ക്കാൻ വൈകിയപ്പോ അമ്മ കംപ്ലൈന്റ് പറഞ്ഞല്ലോ നമ്മുടെ യൂട്യൂബ് കുടുംബത്തിനോട്, എല്ലാവരോടും പറഞ്ഞില്ലേ ഇവൻ കാരണം കൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത്, ഞാൻ ട്രാഫിക്കിൽ പെട്ടു എന്ന് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ട് അമ്മയ്ക്ക്? ആ ഓർമ്മ ഉണ്ടാവണം കേട്ടോ. സ്നേഹം കൊണ്ടാണ്, പക്ഷെ മനസ്സിലാക്കില്ല. പക്ഷെ അത് അവര് മനസ്സിലാവില്ല. അവർക്ക് തോന്നും എന്തൊരു അമ്മയാണപ്പാന്ന് തോന്നുന്നു, എന്തൊരു ഭാര്യയാണപ്പ എനിക്കങ്ങനെ തോന്നില്ല. ഭയങ്കര ഫ്രീ ആയിട്ട് പോണു, എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഞാൻ എന്ത് ചെയ്യാനും അങ്ങനെ ഒരു തോന്നൽ അവർക്ക് വരും. അപ്പൊ എന്തറിയോ, ഇവർക്ക് അങ്ങനെ തോന്നി എന്റെ ഭർത്താവിനും മക്കൾക്കും എന്നോടുള്ളത് ഒരു സ്നേഹമല്ല, അവർക്ക് ഞാൻ എന്തോ ഒരു
ഒരു പേടി സ്വപ്നം പോലെയാണ് അല്ലെങ്കിൽ എന്തോ ഒരു വീട്ടമ്മ ആലോചിച്ചു. ആ വീട്ടിൽ കയറുമ്പോഴൊക്കെ എപ്പോഴും അങ്ങനെ പിച്ച് ചീന്നാൻ പറ്റുന്ന ഒരു പൂച്ചയോ പുലിയോ. പക്ഷെ അത് സ്നേഹം കൊണ്ടാണെന്ന് അവർ മനസ്സിലാക്കില്ല എന്ന് ഈ വീട്ടമ്മ ആലോചിച്ചു. സ്നേഹമുള്ള പെൺസിംഹാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. ആര് ഈ ഭാര്യ മക്കൾ ഭർത്താവ് മക്കൾ. സപ്പോർട്ടിങ് അമ്മ സപ്പോർട്ടിങ് വേണ്ട. അപ്പൊ അവരെന്നെ എന്ത് വിചാരിച്ചറിയോ, ഞാൻ എന്റെ ഈ സ്വഭാവം ഒന്ന് മാറ്റി പിടിച്ചാലോ, അപ്പൊ എന്താ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവര് ഭയങ്കര സൈലന്റ് ആയി. ഒരു സ്വഭാവത്തിലൊരു വ്യത്യാസം, ശരിക്കും പറഞ്ഞ വയലന്റ് ഒരു സൈലന്റ് ആയി, ഒരു സൈലന്റ് സ്വഭാവത്തിലേക്ക് വന്നു. അപ്പൊ ഈ ഭർത്താവും മക്കളും ഇത് ശ്രദ്ധിച്ചു, എന്ത് പറ്റി എന്റെ ഭാര്യയ്ക്ക് എന്ന്, ഭർത്താവ് എന്ത് പറ്റി ഞങ്ങളുടെ അമ്മയ്ക്ക് എന്ന് അവരും ചിന്തിച്ചു. അപ്പോ മകള് ആദ്യം ഭർത്താവ്, അതെ ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, മേലിനെയൊക്കെ വേദന, കുറെ നേരം ഇരുന്നിട്ട് മൈൻഡിനും ഒക്കെ വർക്കല്ലേ, അപ്പൊ എനിക്ക് ഒരു സ്മോൾ ഇത്തിരി കഴിച്ചോട്ടെ, ഇടയ്ക്കൊക്കെ അങ്ങനെ കഴിക്കുമ്പോൾ ഇവിടെ വഴക്ക് പറയാനുണ്ടല്ലോ, അപ്പൊ ഒത്തിരി കഴിച്ചോട്ടെ. അതിനെന്താ കഴിച്ചോളൂ, പക്ഷെ അധികം ആവരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വളരെ സ്നേഹത്തോടെ പറയും. അടിച്ചു ലോട്ടറി എന്റെ ഭാര്യക്ക് അവള് അതിശയം. അതുപോലെ മകള് പേടിച്ചിട്ട് മാർക്ക് കുറച്ച് കാണിക്കാൻ വേണ്ടി വരും. അമ്മ നോക്ക്, ഈ പ്രാവശ്യം ഇത്തിരി മാർക്ക് കുറഞ്ഞു, പേടിച്ചിട്ട് കേട്ടോ. അതിനെന്താ, അടുത്ത പ്രാവശ്യം മാർക്ക് നന്നായി പഠിച്ചിട്ട് മാർക്ക് മേടിക്കും, വേണമെങ്കിൽ ഒരു ട്യൂഷനൊക്കെ. മനസ്സിൽ വീണ്ടും ലട്ട് പൊട്ടി. എന്തിങ്ങനെ ലട്ട് പൊട്ടിക്കുന്ന വീട്ടമ്മ. പിന്നെ അതിന്റെ പിറ്റേ ദിവസം മകൻ കാർ ഓടിച്ചു വരുമ്പോ കുരുത്തം കേട്ട ഒരു വരിവരേറ്റ് വരികയാണ്. കാറിന്റെ സൈഡ് ഇങ്ങനെ വരഞ്ഞിട്ട് കുരുത്തം കെട്ട ഫാമിലി. അമ്മ എന്നെ നന്നാവാൻ സമ്മതിക്കില്ല. നിക്കട്ടെ ഒരു മിനിറ്റ്. ഭർത്താവ് ആദ്യം വന്നിട്ട് കുടിക്കാൻ പെർമിഷൻ ചോദിച്ചു, കൊടുത്തു. മോൾ അപ്പൊ തന്നെ പരീക്ഷയിൽ കുറവ് മാർക്ക് വന്നിട്ട് ചോദിച്ചു, കുഴപ്പമില്ല. അല്ല കേക്കോ, അപ്പോഴും അപ്പൊ തന്നെ മകൻ കാർ അവിടെ കൊണ്ട് പിടിച്ചിട്ട് അവനും വന്നു. കുരുത്തം കെട്ട ഫാമിലിയാണ്. കാരണം എന്താ അറിയോ, അമ്മേനെ നന്നാവാൻ സമ്മതിക്കില്ല. അവസാനം എന്താ പറയോ, അമ്മ വീട്ടിലുള്ള സാധനമൊക്കെ എടുത്ത് തല്ലിപ്പൊടിച്ചിട്ട് ഇല്ല. അങ്ങനല്ലേ. അതല്ല, ചിലപ്പോ സഹിക്കാൻ പറ്റാണ്ട് അവരെ തല്ലി പിടിക്കാൻ തന്നെ ചെയ്തോ. അല്ല അതെനിക്ക് മനസ്സിലായി. വീട്ടമ്മ വീട് വിട്ട് പോയിണ്ടാവും. സഹിക്കാൻ പറ്റിയ കുറ്റങ്ങളെ ഓരോ ദിവസം ഓരോ കംപ്ലൈന്റ് ആയിട്ട് വന്നാ. എന്നിട്ടത് ഇട്ട് കയ്യിലിട്ട് ഇളക്കി ഇതും കൂടി നോക്കണ്ട ഇടയ്ക്ക് വേണം. നമുക്ക് ഒന്നും കൂടി അടച്ചു വെക്കാം, കുറച്ചും കൂടി വേണം. അപ്പൊ വീട്ടമ്മ വീട് വിട്ടു പോയി. അത് എന്ത് ചെയ്തു ഈ വീട്ടമ്മ, അത് പറയും. അപ്പൊ അതേപോലെ നീ ആ വണ്ടി വേഗം നേരാക്കാൻ കൊടുക്കും, ഇനി വേറെ വല്ലതൊന്നും ആയിത്തീരണ്ട, അത് അങ്ങനെ നിർത്തി കഴിഞ്ഞാലേ പിന്നെ എന്തെങ്കിലും റിപ്പയറൊക്കെ വരും, നേരാക്കാൻ കൊടുക്കും. നല്ല വാക്കിൽ പറഞ്ഞു. അമ്മക്ക് ഇതെന്ത് സംഭവിച്ചു, അവനും ലഡ്ഡു പറ്റി. പക്ഷെ ഈ അമ്മ എന്താ വിചാരിച്ചതറിയോ, എന്താണ്, നമ്മളെപ്പോഴും ഇങ്ങനെ ഒരാളോട്, ഇപ്പൊ ഭർത്താവിനോടാണെങ്കിലും നിങ്ങൾ കുടിക്കരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ല. എന്തിനും ഭാര്യയോട് ചോദിക്കുക, അങ്ങനെയുള്ള ഒരു തോന്നൽ വരും. അതുപോലെ മക്കൾക്കും സ്വയം അവർക്ക് തോന്നണ്ടേ, നമ്മൾ നന്നാവണം എന്നുള്ള തോന്നൽ അവർക്ക് വരണ്ടേ. അപ്പൊ ഞാനൊന്ന് ഏതു നേരം ഇങ്ങനെ അവരെ തുരുപുറത്തുകൊണ്ടിരുന്ന, ഏതു നേരം വായിട്ടടച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്ക് സ്വയം ഒരു തീരുമാനം എടുക്കാൻ അവർ മറന്നുപോകും. മനസ്സിലായോ? ഞാനെന്തോന്ന് ചെയ്യുമ്പോ ഭാര്യ എങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നുള്ള രീതിയും വരും. പിന്നെ അവർക്ക് നമ്മളൊരു സ്വയക്കേടായിട്ടും തോന്നും. അപ്പൊ അവര് സ്വയം ഒരു തീരുമാനം എടുക്കാൻ പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇവര് ഇങ്ങനെ മാറിയില്ലേ, എല്ലാം നല്ല വാക്കിൽ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോ അത് വളരെ ഇതായിട്ട്, അതിനെന്താ വേരുണ്ടെങ്കിൽ ഇത്തിരി കഴിച്ചോളൂ, കൂടുതലാവരുത് കേട്ടോ, കഴിഞ്ഞു. അപ്പൊ അയാൾക്ക് തോന്നി ഇവിടെ പറയുന്നത് ശരി, ഞാന് ഇങ്ങനെ സ്വയം മാറണം. ആ ഭർത്താവിന് അതുപോലെ മനസ്സും വേണം കേട്ടോ. അതൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോയി മൂക്ക് തൊട്ട് കുടിക്കുക അങ്ങനെ ചെയ്യാനും പാടില്ല. മനസ്സിലാക്കണം അവരെന്തിനാണ് എന്റെ ഭാര്യ ഇങ്ങനെ മാറിയപ്പോ ഞാനും ഇതുപോലെ മാറണം എന്നുള്ള വിചാരം ആ ഭർത്താവിനും വേണം. പുലി പതുങ്ങുന്നത് പായാനുള്ള ചിന്ത കൂടി വേണം. അപ്പൊ മകളും അതുപോലെ എനിക്ക് പഠിച്ചിട്ട് നല്ല മാർക്ക് മേടിക്കണം അങ്ങനെ തോന്നുന്ന സ്വയം അവൾക്ക് തന്നെ വന്നു. അങ്ങനെ ഓരോന്ന് പറയല്ലേ, നല്ലത് പഠിച്ച് നന്നായ നിങ്ങൾക്ക് തന്നെയാണ്, അതുകൊണ്ട് എനിക്കല്ല ഉപകാരം, നാളെ നിങ്ങൾക്കാണ്. നാലാളുടെ മുൻപിൽ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാം, നല്ല ജോലി സമ്പാദിക്കാം, നിങ്ങൾക്ക് നന്നായി ജീവിക്കാം എന്നൊക്കെ അല്ലേ. അപ്പോൾ അവൾക്കും മനസ്സിലത് തോന്നി. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യാൻ മക്കളെ.
നിങ്ങളുടെ സ്വയം തീരുമാനം നിങ്ങൾ എടുക്കാം. അങ്ങനെയുള്ള തോന്നൽ ആ മക്കളുടെ ഒരു വ്യക്തി. എനിക്ക് വേണത് അമ്മ ഏതാണ് സന്യാസി മഠത്തിൽ ചേർന്നോ? അല്ല ഞാൻ അങ്ങനെ ഭർത്താവ് സ്വയം ആലോചിച്ച് ആ പണ്ടുള്ള അത്രയും കൂടി കുടിയൊന്നും ഇല്ലാണ്ട് അയാള് ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കുടിക്കുന്നത് നല്ല മാസത്തിൽ 2 പ്രാവശ്യം അങ്ങനെയൊക്കെ മാറ്റി മകള് നന്നായിട്ട് പഠിച്ചു. മകനും നല്ല രീതിയിൽ അവന്റെ സ്വഭാവം വലിയ മോശമുള്ള സ്വഭാവം ഒന്നും ആയിരുന്നില്ല, എന്നാലും അങ്ങനെ മാറി. അപ്പൊ അവർക്ക് എന്തായി, അമ്മയോട് സ്നേഹമായി, അവർ നല്ല സ്വയം തീരുമാനം എടുത്ത് ജീവിക്കാനും ചിലപ്പോ വീട്ടിലേക്ക് വേഗം ഓടി വരണം എന്നൊക്കെ ഒരു തോന്നൽ വന്നിട്ടുണ്ടാവും. ഭർത്താവിന് ഓഫീസ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് വരണം എന്ന് തോന്നി. വീട്ടില് സമാധാനപരമായ ഒരു ജീവിതമാണ്. അതിന്റെ മുമ്പ് എന്തായിരുന്നു അറിയോ, ഭയങ്കര നിങ്ങൾ കുടിച്ചോ, എന്താന്ന് കൂടെ എന്ത് പാർട്ടി ഉണ്ടെന്ന്, എന്ത് പാർട്ടിയാണെങ്കിലും നിങ്ങൾക്ക് കുടിക്കാൻ പാടുള്ളൂ, എങ്ങനെയാണോ എന്ന് പറഞ്ഞു പാത്രം എടുക്കലും എറിയലും പിടിക്കലും അങ്ങനെ ഒരു വീടായിരുന്നു. പിന്നെ ആ വീട് നല്ല സുന്ദരമായ സ്വസ്ഥതയുള്ളൊരു കുടുംബമായി മാറി. പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകാ രീതിയിലുള്ള ജീവിതമായി അവരുടെ. അപ്പോൾ സ്വയം ആ വീട്ടിലുള്ളവരും ഈ അമ്മയും ഭാര്യയും മനസ്സിലാക്കി. അവരും ഇവളിങ്ങനെ മാറിയപ്പോൾ നമ്മുടെ നല്ലത് അങ്ങനെ അവർക്കും തോന്നി. സ്വയം തീരുമാനം എടുക്കാനുള്ളൊരു വഴി ആണിത് എന്നുള്ളത് മക്കൾക്കും തോന്നി. ഇവർക്ക് സ്വസ്ഥമായ ജീവിതം ഇതും കൊണ്ടേ ഉണ്ടാവും. കണ്ടതിന് മുഴുവൻ കുറ്റം പറിച്ചൊരു അതെന്താ അവിടെ പോകരുത് നിങ്ങൾ, ഇവിടെ പോകരുത് നിങ്ങൾ, അത് ചെയ്യരുത്, അങ്ങനെ പറയുമ്പോഴാണ് ഒരു കുടുംബത്തിലെ സ്വസ്ഥത മുഴുവൻ നശിക്കുക. അതേയെങ്കിലും നമുക്ക് പറയേണ്ട രീതിയിൽ ഒരു വാക്ക് പറയുക, അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, അവർ തിരുത്തിക്കൊള്ളും അല്ലേ. അതിന് അത്രയും പൊട്ട രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ തിരുത്താൻ ദൈവം തമ്മിലാണ് വിചാരിച്ചാലും പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷെ സാധാരണ കുടുംബത്തിലൊക്കെ അല്ലേ നല്ല ഭർത്താക്കന്മാരും ഭാര്യയും ഒക്കെ ഉള്ളവരും. അമ്മ പറഞ്ഞതിന്റെ കഥയിൽ എനിക്ക് മനസ്സിലായത്, ചെറുതായിട്ട് നമ്മൾ അവർക്ക് അവരുടെ ജീവിതം ഒന്ന് കുറച്ചൊന്ന് നമ്മൾ നല്ല വഴി പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് മോനെ എങ്ങനെയാണ്, അതാണ് അതിന്റെ ശരി, ഇങ്ങനെയൊക്കെ ജീവിക്കണം നല്ല വഴിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ പുറു പറയാണ്ട് ചീത്ത പറയാണ്ടും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവും. ആ പ്രതിരോധിക്കാനുള്ള ശക്തി ഒരു ജീവിത മാർഗമായിട്ട് മാറും. കാരണം എന്നും ഈ അമ്മ ഒപ്പം ഉണ്ടാവില്ല അല്ലേ. എന്നും ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും ഒന്നും സദാകാലം രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നൊന്നും പറയാൻ പറ്റില്ല. ഒരാൾ കഴിഞ്ഞാൽ ഇന്നൊരാൾക്ക് ജീവിക്കേണ്ടി വരും. അപ്പൊ അവർ സ്വയം മനസ്സിലാക്കി സ്വയം തീരുമാനം പഠിക്കുന്നവര് നല്ല എന്ത് എത്രയാണ് നല്ലത്, ഇത് ഇത്ര എനിക്ക് പാടുള്ളൂ, എൻ്റെ ആരോഗ്യത്തിന് ഇത്ര പറ്റുള്ളൂ, അതുപോലെ തന്നെ എൻ്റെ വണ്ടി ഞാൻ സൂക്ഷിച്ചു ഓടിക്കണം, എൻ്റെ പരീക്ഷയാണ്, അത് എഴുതിയ എനിക്കാണ് അതിൻ്റെ ഗുണം എന്നുള്ള തോന്നൽ ആ അമ്മ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ മനസ്സിലാക്കി. അതിൻ്റെ പകരം വാശിയോടും ദേഷ്യത്തോടും പിടിച്ചു വലിച്ച് അവിടെ നിൽക്കട, അവിടെ എന്തുകൊണ്ട് നീ അങ്ങനെ ചെയ്തു, ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മകൻ കുരുത്തം കെട്ട് പോവും. അപ്പോൾ സ്നേഹം കൊണ്ട് പലതും കീഴ്പ്പെടുത്താൻ സാധിക്കും. പക്ഷേ അതുപോലെയുള്ള മക്കളും കൂടി ആയിരിക്കണം, മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടാവണം. അതുപോലുള്ള ഭർത്താവായിരിക്കണം. ഈ അമ്മ അങ്ങോട്ട് വീട്ടമ്മ അങ്ങോട്ട് സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറഞ്ഞതും കുടിച്ച് കൂത്താടുന്ന ഒരു ഭർത്താവ് ആവാൻ പാടില്ല. ഇനിയിപ്പോൾ ഞാൻ തോറ്റാലും കുഴപ്പമില്ല, വന്ന് തോറ്റു പോകുന്നൊരു കുട്ടിയാവാൻ പാടില്ല, പെൺകുട്ടിയാവാൻ പാടില്ല. അപ്പോൾ ആ വീട്ടമ്മ പഠിപ്പിച്ചു കൊടുത്തത് എനിക്ക് തോന്നുന്നത്, ഈ ലോകത്ത് നിന്റെ ജീവിതം നീ തന്നെ ജീവിക്കണം. എന്നും നിന്റെ ഒപ്പം അമ്മ ഉണ്ടാവില്ല, എന്നും നിന്റെ ഒപ്പം നിങ്ങളുടെ ഒപ്പം ഒരു ഭാര്യ ഉണ്ടാവില്ല. ഇത് പറഞ്ഞു തരാൻ അത് വീട്ടമ്മയുടെ കടമയാണ്. അതുകൊണ്ടാണ് സ്ത്രീ വീട്ടിലെ ശക്തിയാണെന്നും ലക്ഷ്മിയാണെന്നൊക്കെ വിളിക്കുന്നത്. വേറൊന്നുമല്ല, സ്ത്രീ എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ മുഴുവൻ ചുമതല ഏറ്റു നടക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഭർത്താവ് പുറത്തു പോയാൽ അവർക്കൊന്നും സംഭവിക്കരുത്, സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് വരണമെന്നും അവർക്ക് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നും അവൻ്റെ ഒപ്പം സന്തോഷമായി കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരു ഭാര്യ അത്രത്തോളം പുറുപുറു പറയണ്ടെങ്കിൽ, അത്രത്തോളം ചീത്ത പറയണ്ടെങ്കിൽ ആർക്കും സന്തോഷം ഉണ്ടായിട്ടൊന്നുമല്ല പറയുക. അവർ കഴിക്കുന്ന ഭക്ഷണം ആ തൊണ്ടയിൽ നിന്ന് ഇറങ്ങി ദഹിക്കണമെങ്കിൽ മനസമാധാനത്തോടു കൂടി കഴിക്കണം. എന്തുകൊണ്ട് അവരത് കഴിക്കാണ്ട് ഇതൊക്കെ പറയണ്ടായിരുന്നു? എൻ്റെ ഭർത്താവും മക്കളും വഴിതെറ്റി പോകരുത്, അവർ നേർവഴിക്ക് വരണമെങ്കിൽ ഞാൻ ഇത്ര സ്ട്രിക്റ്റായാൽ പറ്റിയെന്ന് അവർക്ക് തോന്നി. പക്ഷെ അവരത് സ്വയം മാറ്റി. കാരണം ഈ ഭർത്താവിനും മക്കൾക്കും പിന്നീടത് അവരോടുള്ളൊരു വെറുപ്പായിട്ട് തോന്നി. എൻ്റെ അമ്മ ഒരു ശല്യമാണെന്ന് മക്കൾക്കും, ഈ കുരുത്തം കെട്ട ഭാര്യനെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങോട്ട് പോണത്, ഞാൻ ഇനി കുറച്ചു നേരം എവിടെ എഴുതിട്ട് പോവാ എന്ന് തോന്നൽ ഭർത്താവിനും വരാതെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ, എന്നാൽ കൊള്ളേണ്ട സ്ഥലത്ത് കൊള്ളേണ്ട രീതിയിലും പറഞ്ഞു കൊടുത്തപ്പോൾ ഭർത്താവും ഭാര്യയും ആ കുടുംബവും സുഖമായി ജീവിച്ചു. അപ്പോൾ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റാത്തതൊന്നും വൈരാഗ്യം കൊണ്ടും വാശിയും കൊണ്ടും ദേഷ്യം കൊണ്ടും കീഴ്പ്പെടുത്താൻ പറ്റില്ല. അതല്ലേ അമ്മ പറഞ്ഞതിൻ്റെ തത്വം? ഇപ്പം എനിക്ക് ഇത്തിരി ബുദ്ധിയുണ്ട്, നമുക്ക് മനസ്സിലായല്ലോ. അതായത് എനിക്ക് അമ്മ ഒരു ദിവസം വഴക്ക് പറയാണ്ടിരുന്നാൽ എന്തമ്മ വഴക്ക് പറയാത്ത? അല്ലെങ്കിൽ ഞാനൊരു അഭിപ്രായം ചോദിക്കാം, അമ്മ
ഞാൻ അത് എന്നത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. എന്താ നമ്മുടെ അഭിപ്രായം? നിൻ്റെ ഇഷ്ടം മോനെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. എൻ്റെ ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ അമ്മേൻ്റെ അടുത്ത് ചോദിക്കണത്? അമ്മയുടെ ഇഷ്ടം അറിയാൻ വേണം. അതൊന്നും എനിക്കറിയില്ല മോനെ, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യും മോനെ, അതെന്തിനാ അമ്മേൻ്റെ അടുത്ത് ചോദിക്കണത്? അത് ശരി, അപ്പം അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലല്ലേ? അമ്മയ്ക്ക് ഇപ്പം എൻ്റെ ഇഷ്ടം എന്നായില്ലേ? അങ്ങനെ പറയണം. എന്നെപ്പോലെ കുരുത്തം മക്കളും ഉണ്ട് കേട്ടോ. എന്നോടൊക്കെ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് പറയണം. എന്താ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് അതെന്താ അപ്പം ഇങ്ങനെ പറഞ്ഞ് ഇപ്പം അമ്മയ്ക്ക് ഇപ്പം എൻ്റെ ഇഷ്ടമായോ? ഓ അങ്ങനെയൊക്കെ ആയില്ലേ എന്ന് പറയണ മക്കളെ കൊണ്ട് ഒന്നും പറയും. അതേപോലെ ഇന്ന സാധനം അവിടെ കണ്ടു, അത് നമുക്ക് ഇഷ്ടമല്ലേ മേടിക്കണം, അത് എനിക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല മോനെ എന്ന് പറയുമ്പോഴും എനിക്ക് ദേഷ്യമാണ്. നമ്മളൊരു സംഭവം പോയി മേടിക്കാൻ പോകുമ്പോൾ അതാണ്. അല്ലാതെ ചില കുടുംബങ്ങളില് ഇല്ലേ വേണ്ട 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 എന്ന് പറയുമ്പോഴാണ് നമ്മളത് നോക്കേണ്ടത് അല്ലേ? അപ്പോൾ സ്വയം പ്രതിരോധിക്കാനും അവനവൻ്റെ ജീവിതങ്ങൾ അവനവൻ മനസ്സിലാക്കാനും നമ്മൾ ഓരോരുത്തരും കാരണമായ അത് അല്ലേ അല്ലമ്മ, സ്വയം ജീവിക്കാനും സ്വയം ഒരു പ്രതിരോധം ഉണ്ടായാൽ മാത്രമാണ് മുന്നോട്ടുള്ള ജീവിതം മുന്നോട്ട് പോവുള്ളൂ എന്ന ഉപദേശം കൂടിയാണ് ആ വീട്ടമ്മ കൊടുത്തത്, സ്നേഹത്തോട് കൂടിയിട്ട് അല്ലേ? അത് ആ മക്കൾക്കും ഭർത്താവിനും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സ്നേഹത്തോടു കൂടി അപ്പോൾ അതേപോലെ സ്വയം ഈ അടുക്കളയുടെ മുമ്പർത്തത ഈ വേവണ ചൂടത്ത് ഇങ്ങനെ ഉരുകി അമ്മ ഇങ്ങനെ നിൽക്കണ്ടല്ലോ, ഇതുപോലെ ഉരുകി നിൽക്കുന്ന വീട്ടമ്മമാർ ഈ ഭർത്താവിനെയും മക്കളൊക്കെ അത് കഴിഞ്ഞിട്ട് പോയി നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടായിരിക്കുന്നു ഇവിടെ അമ്മയുടെ ഒപ്പം കുറച്ചു നേരം നിൽക്കുമ്പോൾ വേർത്ത് ഒരിക്കൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ അവർക്ക് ആർക്കും ഭയങ്കര ടൈം പാസ് ആവണത് കൊണ്ടും നല്ലത് ഇത് പറയണത് എൻ്റെ കുടുംബം, എൻ്റെ കുടുംബ ഭദ്രത എന്നുള്ള ചിന്തയും കൊണ്ട് ഈ സമൂഹത്തിൽ എൻ്റെ കുടുംബത്തിനൊരു വില ഉണ്ടാവണം എന്നുള്ള തോന്നലും കൊണ്ടാണ് ഓരോ വീട്ടമ്മമാരും അവർ കുറച്ച് മോശമായ പോലെ കരുതിയാലും നിങ്ങളൊന്ന് നന്നായാൽ മതി എന്ന് വിചാരിക്കണത്. കാരണം നെറ്റിയിലുള്ള സിന്ദൂരോ അല്ലെങ്കിൽ കഴുത്തിലുള്ള താലിയോ കെട്ടിയ ആൾ നന്നായിരിക്കണം, ഞാൻ ജന്മം തന്നെ നൽകിയ മക്കളെ നാട്ടുകാർ വിരൽ ചൂണ്ടരുത്, നല്ല ലോകത്തേക്ക് നല്ല ജീവിതത്തേക്ക് ഒരു പോട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയാണ് അല്ലേ ഓരോ അമ്മമാർക്കും ഓരോ വീട്ടമ്മമാർക്കും. കാരണം ഒന്ന് നോക്കും, ഇപ്പോൾ സാധാരണ ഒരു മുട്ടക്കറി വയ്ക്കുമ്പോഴേക്കും വേർത്ത് വിളിക്കുന്ന ഈ അമ്മ അത് ഈ മഴക്കാലത്ത് 3 നേരം നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന് നിങ്ങളുടെ തുണിയൊക്കെ തിരുമ്പി തന്ന് വീടൊക്കെ വൃത്തിയായിട്ട് വെച്ച് പിന്നെ നിങ്ങളെ കുറ്റം പറയാനും കൂടി സമയം കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞാൽ നിങ്ങളെ കുറ്റം പറയാനല്ല, നിങ്ങൾ നന്നാവാനാണ്. അതാണ് ഓരോ വീട്ടമ്മമാരും ശ്രമിക്കുന്നത് അല്ലേ? അയ്യോ അമ്മ അങ്ങനെ പറഞ്ഞില്ല, എല്ലാവരും കൂടി എന്നെ പൊങ്കാലിട്ടു കേട്ടോ. അമ്മ ശരിക്കും പറയണോ തന്നെ ചീത്ത പറയണോ? അമ്മ ഇല്ലാത്തത് എന്തോ എന്നെ അടിച്ചേൽപ്പിക്കും പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? അതെ, അപ്പൊ കുടുംബത്തിന്റെ ഭദ്രതയല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ ഇന്നത്തെ വെജിറ്റബിൾ മുട്ടക്കറി, അതായത് നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മുട്ട കഴിക്കേണ്ടവർക്ക് മുട്ട കഴിക്കാം, വെജിറ്റബിൾ കഴിക്കേണ്ടവർക്ക് വെജിറ്റബിൾ ഇതൊന്നും എടുത്ത് കഴിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിളിക്കില്ല കൂടെ കഴിക്കാനാ? ഓ അത് ദിവസം വിളിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ വിളിക്കണം, അത് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, നമ്മൾ വിളിച്ചേ വിളിക്കണം. അപ്പോൾ നമ്മുടെ ഊണ് കഴിക്കുമ്പോൾ ഈ വിളിക്കണം എന്ന് പറയുന്ന ഒരു ഉദ്ദേശം എന്താ അറിയോ? നമ്മൾ ഊണ് കഴിക്കുമ്പോൾ അവരെയും കൂടി ഓർക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതിനാണ് ഈ വിളിക്കണത്. അവർ വന്നു എന്നുള്ള സങ്കല്പത്തിൽ അവരും കൂടി നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിക്കുക. വെജിറ്റബിളും മുട്ടയും കൂട്ടിയിട്ടുള്ള കറിയും കൂട്ടി ബീൻസ് തോരൻ വെക്കുന്നുണ്ട്, തോരനല്ല മെഴുക്കുവരട്ടി, സോറി, അത് ഉണ്ടാക്കുന്നുണ്ട്. അതും കൂട്ടി ഭക്ഷണം കഴിക്കാൻ വരും. നിങ്ങൾ ബിരിയാണിക്ക് പിന്നെ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി തരുമോ? അത് വേറെ കാര്യമാണ്, എന്നാലും ഇത് ഉണ്ടാവും എപ്പോഴും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ഒരുപാട് സ്നേഹത്തോടെ കേട്ടാ.